അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിലും ചില സാഹചര്യങ്ങളിലും ജീവിതം നമ്മളെ പൂർണ്ണമായി നിശബ്ദരാക്കാറുണ്ട് അല്ലേ? കയ്യിൽ പണമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സാഹചര്യങ്ങൾ, ആവശ്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്ന അവസ്ഥകൾ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെലവുകൾ, കുട്ടികളുടെ പഠനം, മരുന്ന്, വാടക, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും, ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ? അങ്ങനെയുള്ളൊരു സമയത്ത് ആരോടും തുറന്നു പറയാൻ പറ്റാതെ ഉള്ളിൽ മാത്രം കരഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് മാത്രം നമ്മൾ ആശ്രയം തേടാറുണ്ട് അല്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് ആശ്വാസം നൽകിയ ഒരു ദിക്റാണ് ഇതെന്ന് പറയാം. കാരണം ഞാൻ വിഷമിക്കുന്ന സാഹചര്യങ്ങളും ഞാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു ദിക്റിനെ ഒരുപാട് തവണ ചൊല്ലി നോക്കിയിട്ടുണ്ട്. എൻ്റെ വിഷമങ്ങളെല്ലാം നീങ്ങിപ്പോയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ ഒരു ദിക്റിനെ കുറിച്ചിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഏതാണ് ആ ദിക്റ്? യാ ലത്തീഫ്, യാ ലത്തീഫ്. ഈ ഒരു ദിക്റ്, ഈ ഒരു നാമം അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ ഒരു നാമങ്ങളിലൊന്നാണ്. നമ്മളെ വിഷമിക്കുന്ന സമയത്തെല്ലാം ഈ ഒരു ദിക്റിനെ നമ്മൾ മുറുകെ പിടിക്കുക. ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ കാണാത്ത വഴികളിലൂടെ സഹായം എത്തിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. പണമില്ലാത്തതല്ല നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്, ആവശ്യം വന്നിട്ടും നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നതാണ് അല്ലേ? ഈ ഒരു ദിക്റ് നമ്മൾ ചൊല്ലേണ്ടത് 129 തവണയാണ്. മനസ്സിനെ ശാന്തമായിക്കൊണ്ട് നമ്മുടെ ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലുക. ഈ ഒരു ദിക്റ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അല്ലാഹു തആല നമ്മുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്, നമുക്ക് മനസ്സിന് സമാധാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ പണം എന്ന് പറയുന്നത് അതൊരു പരീക്ഷണമാണ്. കുറവിലും നമ്മളെ അല്ലാഹു തആല പരീക്ഷിക്കുന്നതാണ്, പണം കൂടുതലാക്കിയിട്ടും നമ്മളെ അല്ലാഹ് പരീക്ഷിക്കുന്നതാണ് അല്ലേ? അള്ളാഹുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുറവ് പോലും നമുക്ക് ബർക്കത്തായി മാറുന്നതാണ്. പണത്തിൻ്റെ പേരിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് കരയുന്ന രാത്രികളുണ്ടെങ്കിൽ, ഉള്ളിൽ പറയാൻ വാക്കുകളില്ലെങ്കിൽ, ഇന്ന് മുതൽ നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലാൻ ശ്രമിക്കുക. യാ ലത്തീഫ്, യാ ലത്തീഫ് എന്ന് 129 തവണ നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അടഞ്ഞുപോയ വഴികൾ തുറന്നു തരാനും നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കിത്തരാനും നമുക്ക് മനസ്സിന് ആശ്വാസം നൽകാനും ഈ ഒരു ദിക്റ് മൂലം നമുക്ക് സാധിക്കുന്നുണ്ട്. ഓരോരുത്തരും ഈ ഒരു ദിക്റിനെ ചൊല്ലുക. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം പടച്ച റബ്ബ് മാറ്റിത്തരട്ടെ. ആമീൻ. ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.